കരിയർ പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം രമ്യ ഗിരിജ. നമ്മളെല്ലാവരും ഇപ്പോൾ കുറേ നിറങ്ങൾ കാണുന്നുണ്ട് അല്ലേ? ഇപ്പം വസ്ത്രങ്ങളായിക്കോട്ടെ, വീട്ടിൽ വിരിച്ചിട്ടിരിക്കുന്ന ബെഡ്ഷീറ്റ് ആയിക്കോട്ടെ, കർട്ടൻസ് ആയിക്കോട്ടെ, ഇനി എവിടെ നോക്കിയാലും പല പല തരത്തിലുള്ള മെറ്റീരിയൽസ് നമ്മൾ കാണാറുണ്ട്. ഒരു വസ്ത്രം വാങ്ങിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ നിറം നോക്കാറുണ്ട്, അതിൻ്റെ പാറ്റേൺസ് നോക്കാറുണ്ട്. ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഒരു മേഖലയാണ് ഈ ടെക്സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ ആരാണ് നിർമ്മിക്കുന്നത്? ആരാണ് ഈ ഡിസൈൻസ് കൊണ്ടുവരുന്നത്? ആരാണ് ഈ പറയുന്ന ഏത് തുണിയിൽ ഏത് പ്രിൻ്റ് വരണം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള തുണിയാണ് ഡൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ഈ പറയുന്ന ക്ലൈമറ്റിൽ ഈ പെർട്ടിക്കുലർ തുണിയാണ് വേണ്ടത്, ഇങ്ങനെയൊക്കെ ആരാണ് പറയുന്നത് അല്ലെങ്കിൽ ആരാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങളുടെ പിന്നിലുള്ള വ്യക്തികളാണ് ടെക്സ്റ്റൈൽ ഡിസൈനേഴ്സ് എന്ന് പറയുന്നത്. പല ആൾക്കാരും തെറ്റിദ്ധരിക്കാറുണ്ട് ഫാഷൻ ഡിസൈനേഴ്സാണ് ടെക്സ്റ്റൈൽ ഡിസൈനേഴ്സ് എന്ന്. ഒരിക്കലുമല്ല. ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത് വേറൊരു ശാഖയാണ്, ടെക്സ്റ്റൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത് വേറൊരു പഠന ശാഖയാണ്. സോ നമുക്കിന്ന് നോക്കാം, എന്താണ് ടെക്സ്റ്റൈൽ ഡിസൈനിങ്, എങ്ങനെയാണ് ഒരു വ്യക്തി ടെക്സ്റ്റൈൽ ഡിസൈനർ ആവുന്നത്, എന്തൊക്കെയാണ് ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിൽ പഠിക്കേണ്ടതായിട്ടുള്ളത്, എന്ത് സ്കില്ലാണ് ആ പറയുന്ന വ്യക്തികൾക്ക് ഉണ്ടാവേണ്ടത്. പല കുട്ടികളും ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിലാണോ അവരുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ്ങിലാണോ അവരുടെ ഇൻട്രസ്റ്റ് എന്ന് തിരിച്ചറിയാറില്ല. അവർക്ക് വസ്ത്രങ്ങളോട് താല്പര്യമുണ്ട്, നിറങ്ങളോട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഫാഷൻ ഡിസൈനിങ്ങിലേക്കാണ് പോകുന്നത് അല്ലേ? അപ്പോൾ ഈ ടെക്സ്റ്റൈൽ ഡിസൈനിങ് എന്താണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ ശരിക്കുമുള്ള താല്പര്യം ഫാഷൻ ഡിസൈനിങ്ങിലാണോ ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിലാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു മെറ്റീരിയൽ, അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങളിട്ടിരിക്കുന്ന വസ്ത്രമായിക്കോട്ടെ, ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രമായിക്കോട്ടെ, അതിനൊരു പാറ്റേൺ ഉണ്ട്. അതെങ്ങനെ കട്ട് ചെയ്യുന്നു, എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നു, ഏത് ഫാഷൻ അനുസരിച്ചിട്ട് വരുന്നു എന്ന് തീരുമാനിക്കുന്നത് ഒരു ഫാഷൻ ഡിസൈനറാണ്. എന്നാൽ ഏത് മെറ്റീരിയൽ, ഇത് കോട്ടൺ ആണോ, ഇത് സിൽക്കാണോ, ഇത് വൂളാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ത്രെഡ് എങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെ വരണം, ഈ ടെക്സ്ചറിൽ ഈ പ്രിൻ്റാണ് വരേണ്ടത്, ഈ എംബ്രോയ്ഡറിയാണ് ഇവിടെ ഈ പറയുന്ന മെറ്റീരിയലിൽ ചേരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ത്രെഡിനെക്കുറിച്ചും ഫൈബറിനെ കുറിച്ചും കളേഴ്സിനെ കുറിച്ചും പാറ്റേൺസിനെ കുറിച്ചും ഇതെല്ലാം കൊണ്ടുവരുന്നത് ടെക്സ്റ്റൈൽ ഡിസൈനേഴ്സാണ്. സോ ടെക്സ്റ്റൈൽ ഡിസൈനർ ഇല്ലാതെ ഒരു ഫാഷൻ ഡിസൈനറിനും നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. ടെക്സ്റ്റൈൽ ഡിസൈനറാണ് ഏറ്റവും ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖല എന്ന് പറയുന്നത്. കാരണം ഈ വിവിധ തരം വസ്ത്രങ്ങൾ, വിവിധ തരം മെറ്റീരിയൽസ്, അത് തുന്നാനായിട്ട് ആവശ്യമുള്ള മെറ്റീരിയൽസ്, അതിൻ്റെ എന്താ പറയുന്നത്, ഈ പറയുന്ന ഫാബ്രിക് ആയിക്കോട്ടെ, കളറായിക്കോട്ടെ, പാറ്റേൺ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ മുന്നിൽ എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിനെ ഒരു വ്യക്തിക്ക് ചേരുന്ന രീതിയിൽ ഒരു വസ്ത്രമാക്കി മാറ്റാനായിട്ട് ഒരു ഫാഷൻ ഡിസൈനറിന് സാധിക്കുകയുള്ളൂ. ഇനി ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിൽ എന്താണ് കുട്ടികൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തുണി എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പറയാം ഈ ഫൈബർ ചേർന്നിട്ടാണ് നമ്മൾ നെയ്ത് പല വസ്ത്രങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ നെയ്യാനായിട്ട് നൂലുകളുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഏത് തരത്തിലാണ് ഈ നൂലുകൾ അടുക്കി ഇഴയായി മാറി ഒരു വസ്ത്രമായി മാറുന്നത്, എങ്ങനെയാണ് ഒരു കളർ കോമ്പിനേഷൻസ് കൊണ്ടുവരുന്നത്. പലതരം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ പലതരത്തിലുള്ള സാരികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, പലതരത്തിലുള്ള ഡിസൈൻ അല്ലേ. ഇപ്പോൾ വർലി പ്രിൻറ്റിങ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ചെയ്യുന്നതാണ് വർലി പ്രിൻറ്റിങ് എന്ന് പറയുന്നത്. അതുപോലെ ടൈഡൈ, ഭയങ്കര ഫേമസ് ആയ ടൈഡൈ എന്ന് പറയുന്നത് നമ്മുടെ രാജസ്ഥാൻ, ഗുജറാത്ത് പോലെയുള്ള സ്ഥലങ്ങളിലെ ബാന്തിനി അല്ലെങ്കിൽ അങ്ങനെയുള്ള സാരികളും ഒക്കെ പണ്ടുകാലം മുതലേ ഉള്ളതാണ്. നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ കാലം തൊട്ടേ ഈ പറയുന്ന കളറും കോമ്പിനേഷൻസും ഡിസൈൻസും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ പറയുന്ന വസ്ത്രങ്ങളുടെ ക്വാളിറ്റി എന്താണെന്നും ഓരോ രാജ്യങ്ങൾക്കും അവരുടെ ക്ലൈമറ്റ് അനുസരിച്ചിട്ട്, അവരുടെ കൾച്ചറിനനുസരിച്ചിട്ട് ഏത് വസ്ത്രങ്ങളാണ്, ഏത് മെറ്റീരിയലാണ് ചേരുന്നതെന്നും അതിന് ഏത് കളർ കോമ്പിനേഷനിലുള്ളതാണ് അവിടെ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആവുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ചെയ്യുന്നതാണ് ടെക്സ്റ്റൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ പ്രോഗ്രാമിങ്ങും പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട് ടെക്സ്റ്റൈൽ ഡിസൈനേഴ്സ്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നപ്പോൾ ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിട്ടുണ്ട്. ഈ ഫാബ്രിക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മുതൽ പാറ്റേൺസ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത്, പണ്ട് എന്താണ് നമ്മൾ വരച്ചു നോക്കുന്നു, ചെയ്തു നോക്കുന്നു, ട്രയൽ ആൻഡ് ഇററിലേക്ക് പോകുമ്പോൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്ത് നമുക്ക് കമ്പ്യൂട്ടറിൽ തന്നെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഡ്യൂറബിലിറ്റി എന്താണ്, മെറ്റീരിയലിൻ്റെ സോഫ്റ്റ്നെസ് എന്താണ്, അത് എത്രത്തോളം സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ്, എത്ര നാളത് നിലനിൽക്കും, അല്ലെങ്കിൽ അതൊരു ബയോഡീഗ്രേഡബിൾ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും മെറ്റീരിയലിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള
ഒരു സയൻറ്റിഫിക് സ്റ്റഡി നടത്തുന്നതാണ് ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിൽ സാധാരണ കാണാറുള്ളത്. ഇനി ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ ഇതിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് വുവൺ ടെക്സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ശാസ്ത്രശാഖയാണ് ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിൽ. അതുപോലെ തന്നെയാണ് ടെക്നിക്കൽ ടെക്സ്റ്റൈൽ ഡിസൈനിങ് എന്ന് പറയുന്നതും. ഈ പറയുന്നത് പോലെ പല തരത്തിലുള്ള, നമുക്കറിയാം സ്വെറ്റേഴ്സ് അത് ഒരു തരത്തിലാണ് ഇത് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ജാക്കറ്റ്സ് അത് വേറൊരു തരത്തിലാണ് ചെയ്യുന്നത്. അപ്പം ജാക്കറ്റ്സ് ചെയ്യുന്ന മെറ്റീരിയലിൽ സ്വെറ്റർ ചെയ്യാൻ പറ്റില്ല. സ്വെറ്റർ ചെയ്യുന്ന മെറ്റീരിയലിൽ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന സാരിയോ ചുരിദാറോ ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ പഠിക്കുക, ശാസ്ത്രീയമായി പഠിക്കുന്നവരാണ് ടെക്സ്റ്റൈൽ ഡിസൈനേഴ്സ് എന്ന് പറയുന്നത്. ഈ ടെക്സ്റ്റൈൽ ഡിസൈനിങ് പഠിക്കുന്ന ആൾക്കാർക്ക് ആർട്ട് ക്രിയേറ്റിവിറ്റി മാത്രമല്ല, കുറച്ചു ടെക്നിക്കൽ സ്കില്ലും ആവശ്യമാണ്. അവർ പഠിക്കുന്നതിൽ കളർ തിയറീസ് പഠിക്കുന്നുണ്ട്, അവർ ഫോട്ടോഷോപ്പ് പഠിക്കുന്നുണ്ട്, അതുകൂടാതെ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു വലിയ മേഖലയാണ്, അത് പഠിക്കുന്നുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ ഒരുപാട് പേപ്പേഴ്സ് അവർ പഠിക്കുന്നുണ്ട്. ഒരു ടെക്സ്റ്റൈൽ ഡിസൈനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്, എസ്പെഷ്യലി ഇൻ ടെക്സ്റ്റൈൽ ഏരിയ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും യാണിനെ കുറിച്ചും ഫൈബറിനെ കുറിച്ചും പല തരത്തിലുള്ള പ്രിൻറ്റുകൾ, അതായത് നമുക്ക് അന്യം നിന്ന് പോയ പല ഡിസൈൻസും ഇന്നുണ്ട് അല്ലേ. അപ്പം ഓരോ രാജ്യത്തെയും പല തരത്തിലുള്ള പ്രിൻറ്റിങ് രീതികൾ എങ്ങനെയാണ്. ഇപ്പോൾ ബ്ലോക്ക് പ്രിൻറ്റിംഗ് ഉണ്ട്, ടൈ പ്രിൻറ്റിംഗ് ഉണ്ട്, നമ്മൾ കൈകൾ കൊണ്ട് വരച്ച് ചെയ്യുന്നുണ്ട്, കൈകൾ കൊണ്ട് ചെയ്യുന്ന എംബ്രോയ്ഡറി ഉണ്ട്, പലതരം. ഇപ്പം പാഷ്മിന ഷോൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ GI ടാഗുള്ള ഒരു ഷോളാണ്. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ് അല്ലേ, പാഷ്മിന വൂളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള പല യുണീക്കായിട്ടുള്ള സംഭവങ്ങളുമുണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എത്രത്തോളം ഡ്യൂറബിലിറ്റി ഇതിനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിൽ കോഴ്സിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിലാണ് നിങ്ങൾ ടെക്സ്റ്റൈൽ ഡിസൈനിങ് തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് ഫാഷനാണ്, ഒരു വ്യക്തിയെ ഈ ഫാഷനിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള വസ്ത്രങ്ങളോടാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് പോവുക, ഒരിക്കലും ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിലേക്ക് അല്ല വരേണ്ടത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഒരു കുട്ടി ടെക്സ്റ്റൈൽ ഡിസൈനിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ എടുത്ത് മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ അത് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ അതൊരു പ്രൊഫഷൻ ആക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇപ്പം നിങ്ങളുടെ കുട്ടി ചെറുതിലേ തന്നെ ഈ പറയുന്ന തുണികളുമായി അല്ലെങ്കിൽ കളറുമായി പരിചിതമായിട്ടുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ അതിനോട് ഇൻട്രസ്റ്റ് കാണിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്താണ് ടെക്സ്റ്റൈൽ ഡിസൈനിങ് എന്നും എന്താണ് ഫാഷൻ ഡിസൈനിങ് എന്നും അവരെ ആദ്യം മനസ്സിലാക്കിപ്പിക്കുക. സോ അവർക്ക് തന്നെ അറിയാനായിട്ട് സാധിക്കും ഇതിലേതാണ് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് എന്നുള്ളത്. അതിനനുസരിച്ച് ഒരു ആർട്സ് സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കുന്നതാണ് +2 നല്ലത്. ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഏതെടുത്താലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട്, കുറച്ച് ക്രിയേറ്റീവായിട്ട് പഠിക്കാനായിട്ട് ആർട്സ് സബ്ജക്റ്റുകൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആർട്സ് സബ്ജക്റ്റുകൾ എടുത്ത് പഠിച്ചതിന് ശേഷം കുട്ടികൾക്ക് ഡയറക്റ്റ്ലി ടെക്സ്റ്റൈൽ ഡിസൈനിങ് എന്ന് പറയുന്ന കോഴ്സിലേക്ക് പോകാവുന്നതാണ്. ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ ടെക്സ്റ്റൈൽ ഡിസൈനിങ്, ടെക്സ്റ്റൈൽ മാനേജ്മെൻറ്റ്, ടെക്നിക്കൽ ടെക്സ്റ്റൈൽ ഇങ്ങനെ പറയുന്ന ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്ടിൽ ഈ പറയുന്ന ടെക്സ്റ്റൈൽ ഡിസൈനിങ് കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കും. ഒരുപാട് കമ്പനീസ്, അതായത് ടെക്സ്റ്റൈലുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇന്ത്യൻ കമ്പനീസ് ആയിക്കോട്ടെ, ഫോറിൻ കമ്പനീസ് ആയിക്കോട്ടെ, ഇവിടെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിന് വരാറുണ്ട്. സോ അപ്പോൾ നമ്മൾ ഗ്രാജുവേഷൻ ലെവലിൽ നമുക്ക് ടെക്സ്റ്റൈൽ ഡിസൈനിങ് എടുത്ത് പഠിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇന്ത്യയിലോ എബ്രോഡോ പഠിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഏത് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഇൻഡസ്ട്രിക്ക് അനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ പോസ്റ്റ് ഗ്രാജുവേഷന് തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. എല്ലാ രാജ്യങ്ങളും, ഏത് രാജ്യം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ടെക്സ്റ്റൈൽ ഡിസൈനിങ് പഠിച്ച ആൾക്കാർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അവിടെ പോയി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഈ പറയുന്ന ഡിസൈൻ എന്ന് പറയുന്ന കോഴ്സിൽ നിങ്ങൾക്ക് ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഡിസൈനിങ് പാർട്ട് പഠിക്കാനായിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും സാധിക്കുന്നതാണ്. ഇനി ഇത് കൂടാതെ ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നൊരു ശാസ്ത്രശാഖയുണ്ട്. അതായത് ടെക്സ്റ്റൈൽ ഒരു ഡിസൈൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളുമായിട്ട് അല്ലേ, അല്ലാതെ വെറുതെ നമ്മളൊരു ഡിസൈൻ കാണുന്നതല്ല, നമ്മളോട് അത് സംവദിക്കുകയാണ് ആ ഡിസൈനിലൂടെ ആ വസ്ത്രം. അങ്ങനെയുള്ള ഡിസൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു കോഴ്സായിട്ട് ഇന്ന് അവൈലബിൾ ആണ് ആൾക്കാർക്ക് പഠിക്കാനായിട്ട്. സോ ഈ പറയുന്ന ഒരു ട്രെൻഡിങ് ജോബ്, അല്ലെങ്കിൽ എപ്പോഴും ആക്റ്റീവായിട്ടൊരു ഫാഷൻ്റെയും ഈ പറയുന്ന ടെക്സ്റ്റൈലിൻ്റെയും ഇൻഡസ്ട്രിയിൽ നിൽക്കണം എന്നുള്ള ആൾക്കാർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നൊരു ജോലിയാണ് ടെക്സ്റ്റൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത്.
ഈ പറയുന്ന ടെക്സ്റ്റൈൽ ഡിസൈനിങ് പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഈവൻ IITs ടെക്സ്റ്റൈൽ ഡിസൈനിങ് ഓഫർ ചെയ്യുന്നുണ്ട്. NIFT ഉണ്ട്, NID ഉണ്ട്, സിംബയോസിസ് ഉണ്ട്. ഇനി ഇത് കൂടാതെ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ ഡിപ്ലോമ കോഴ്സസും ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കിനി ഡിപ്ലോമ കോഴ്സ് ഇപ്പം ഗ്രാജുവേഷൻ കഴിഞ്ഞു, ഇനി എനിക്ക് ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിൽ പോയാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡിപ്ലോമ കോഴ്സ് എടുത്തതിന് ശേഷം വീണ്ടും ഒരു പോസ്റ്റ് ഗ്രാജുവേഷനിൽ ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിലേക്ക് പോകാനായിട്ട് സാധിക്കും. എന്തായാലും ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിനെ കുറിച്ചിട്ട് വ്യക്തമായൊരു ധാരണ ഉണ്ടായിട്ടുണ്ടാകും. സോ ഇനി ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിലാണോ ഫാഷൻ ഡിസൈനിങ്ങിലാണോ പോകേണ്ടതെന്ന് തീരുമാനിച്ച് ആ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുക.